കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടുകൂടെ ഈ സന്ധ്യയിലെ സ്തോത്രം കർത്താവിനെ കരയറ്റുന്നു. പ്രാർത്ഥനയോടുകൂടെ കർത്തൃസന്നിധിയിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ പഠിക്കുവാനും കേൾക്കുവാനും ദൈവം സഹായിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിലും നമ്മൾ ദൈവജന പഠനത്തിനും ദൈവജന കേൾവിക്കുമായി നമ്മൾ സമയം ചെലവിടുകയാണ്. എടുത്തുവന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി ആസ്വദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്തൃസന്നിധിയിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജു സി ജോസഫ് അവർ ദൈവജനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. കർത്താവിന്റെ ദാസനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ധാരാളം ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങൾ ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്ന ഒരു കർത്തൃദാസനാണ് പാസ്റ്റർ ഷാജു സി ജോസഫ് അവർ. അദ്ദേഹം നമുക്ക് ദൈവജനത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സുകൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ്. കർത്തൃദാസനെ സ്നേഹപൂർവ്വം മുൻപിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്ന് സന്ധ്യയ്ക്ക് ദൈവവചന പഠനത്തിനായി വീണ്ടും ഒരുമിച്ച് കൂടി വരുവാൻ വലിയവനായ ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം കഴിഞ്ഞ 2-3 ആഴ്ചകളായി നമ്മൾ ബൈബിൾ ക്ലാസ് ക്രമീകരിക്കുകയും ദൈവവചന പഠനത്തിനായി താല്പര്യമുള്ള ദൈവമക്കൾ വളരെ ആവലോടെ വന്നു ചേരുകയും ചെയ്യുന്നത് കാണാനിടയാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം എന്നുള്ളത് വളരെ ഗൗരവമർഹിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും അത്തരം കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകണമെന്നില്ല. എന്നാൽ പ്രവചന വിഷയങ്ങൾ പഠിക്കണം എന്നാഗ്രഹമുള്ള ദൈവമക്കൾ അതിനുവേണ്ടി വില കൊടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് പരമാർത്ഥമായ കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ കൂടെ ചെയ്യുകയാണ്. രാത്രി ഇവിടെ വന്നു ചേരാൻ പ്രയാസമുള്ള നമ്മുടെ സഭാംഗങ്ങൾക്കോ അവർ പരിചയപ്പെടുത്തുന്ന മറ്റുള്ളവർക്കോ ഈ ക്ലാസ്സുകളിൽ വന്ന് സംബന്ധിക്കാൻ നമ്മൾ ക്രമീകരണം ചെയ്യുകയും വിദൂരതയിൽ നിന്നുകൊണ്ട് തന്നെ തിരുവചനം പഠിക്കാനുള്ള അവസരം നമ്മൾ ക്രമീകരിക്കുകയുമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തെ പ്രധാനമായും 3 തിരിച്ചിരിക്കുന്നു എന്ന് പ്രാരംഭ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി. ആ 3 പ്രധാന വിഷയങ്ങളെന്ന് പറയുന്നത്, ഒന്ന് നീ കണ്ടത് എന്നുള്ളതാണ്. അതതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ആ വിഷയമുണ്ട്. നീ കണ്ടത്, അതാണ് 1-ാം അധ്യായത്തിലെ വിഷയം. നമ്മുടെ കർത്താവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ദർശനമാണ് നീ കണ്ടത് എന്ന് പറയുന്നത്. 2-ാമത്തെ വിഷയം ഇപ്പോഴുള്ളത്. അത് 2-3 അധ്യായങ്ങളിൽ ആസിയിലെ 7 സഭകളാണ് ഇപ്പോഴുള്ളത് എന്നുള്ളത്. 3-ാമത്തെ ഭാഗമാണ് മേലാൽ സംഭവിപ്പാനുള്ളത്. അത് 4 മുതൽ 22 വരെ അധ്യായങ്ങളിലാണ്. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിലെ ഇപ്പോഴുള്ളത് എന്ന വിഷയം സംബന്ധിച്ചാണ്. അത് 7 സഭകളാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. 2 സഭകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ചിന്തിച്ചു കഴിഞ്ഞു. 1 എഫെസോസ്, 2 സ്മുർണ. ഇത് നമ്മുടെ 3-ാമത്തെ സഭ. അതായത് ഭാവികാല കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ചിന്തിച്ച്
തുടങ്ങാൻ ഇനിയും ഒരധ്യായം കൂടെ പഠിച്ചു കഴിയണം. അപ്പോൾ മൂന്നാമത്തെ സഭയിലേക്ക് നമ്മൾ വരികയാണ്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം. ഈ 2-3 അധ്യായങ്ങളിലെ വിഷയങ്ങളുടെ പഠനം സഭാംഗങ്ങൾക്ക് വളരെ പ്രയോജനമുള്ള കാര്യമാണ്. പുറമേയുള്ളവർക്കുള്ളതിനേക്കാൾ സഭാംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യമാണ് 2-3 അധ്യായങ്ങളിലെ വിഷയങ്ങൾ. നമുക്ക് അതിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 17 വരെ വാക്യങ്ങളാണ് പെർഗമോസ് സഭ എന്ന സഭയെ സംബന്ധിച്ച് ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ. 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചാൽ പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. മൂർച്ചയേറിയ ഇരുവയത്രയുള്ളവൻ അരുളിച്ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളണമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിത തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ നേർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഔവണ്ണം മിക്കലുവയുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിനെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. മതി. ആസിയയിലെ 7 സഭകളിലൊന്നാണ് പെർഗമോസ്. പെർഗമോസ് എന്ന് പറയുന്നതാണ് ആസ്യ എന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം. ആസ്യ എന്ന് പറയുന്നൊരു സ്റ്റേറ്റാണ്. അതിൻ്റെ തലസ്ഥാനമാണ് പെർഗമോസ്. ഇത് ഇന്നത്തെ തുർക്കിയിലുള്ള ഒരു നഗരമാണ്. എന്താണ് ഈ സഭയുടെ പ്രത്യേകത? ഇവിടെയുള്ള സഭ ഇത് അരുളി ചെയ്യുന്നവരുടെ പ്രത്യേകത, ഇരുവായ്ത്തരയുള്ള വാൾ, അത് വചനത്തെ കാണിക്കുക. അപ്പോൾ ഈ സഭയ്ക്കൊരു കുഴപ്പം പറ്റി. ഈ സഭ പെർഗമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അത് ആരംഭത്തിൽ തന്നെ പറയാം, വിവാഹസ്ഥ അല്ലെങ്കിൽ ലോകമയത്വം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പെർഗമോസ് വിവാഹസ്ഥ അല്ലെങ്കിൽ ലോകമയത്വം, അതായത് ലോകവുമായി വിവാഹം കഴിക്കുന്ന അർത്ഥം. സഭ ലോകവുമായി സഭ സംബന്ധം കൂടി. അതുകൊണ്ടാണ് ഈ സഭയ്ക്ക് പ്രത്യേക ദൂത് നൽകുമ്പോൾ കാര്യം പറയുന്നത്. വിവാഹസ്ഥ എന്താണ് ഈ സഭയെക്കുറിച്ച് പറയാനുള്ളത്? ഈ സഭയെക്കുറിച്ച് ഒരുപാട് കുഴപ്പങ്ങളാണ് പറയാനുള്ളത്. ഇതൊരു കാലയളവാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. പെർഗമോസ് കാലയളവ് എന്നൊരു കാലയളവും ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് ഇടയായി. ഈ സഭയുടെ ഒരു വലിയ പ്രത്യേകത അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുന്നു. 13 നീ എവിടെ പാർക്കുന്നെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. ഈ സഭയോട് പറയുന്നത്, നീ താമസിക്കുന്ന സ്ഥലം അവിടെ സാത്താന്റെ സിംഹാസനം. അങ്ങനെ ഭൂമിയിൽ സാത്താന്റെ സിംഹാസനം ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടോ? സാത്താനെ സർവ്വവ്യാപി. എന്നിട്ട് അങ്ങനെ പറയുന്നത് കാരണം ഗ്രീക്ക് ദേവനായ സിയൂസ് ദേവന്റെ യാഗപീഠം അല്ലെങ്കിൽ ബലിപീഠം പെർഗമോസിലാണ് പണി കഴിപ്പിച്ചിരുന്നത്. അതിൻ്റെ ഷേപ്പ് ഒരു സിംഹാസനം പോലെയാണ്. സിയൂസ് ദേവന്റെ ആ ദേവന് വേണ്ടിയുള്ള ബലി കഴിക്കുന്ന ബലിപീഠം അതിരുന്ന സ്ഥലമാണ് പെർഗമോസ്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, നീ പാർക്കുന്ന ഇടത്ത് സാത്താൻ്റെ സിംഹാസനമുണ്ടെന്ന്
ഞാൻ അറിയുന്നു. സാത്താന്യ ആരാധന എവിടെയാണോ ശക്തിപ്പെട്ടു നിൽക്കുന്നത് അതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു മറുവശം ഞാൻ പറയാം, അവിടെയും ദൈവത്തിൻ്റെ സഭ ദൈവം സ്ഥാപിക്കുന്നവനാണ്. സാത്താൻ്റെ ശക്തി കേന്ദ്രത്തിലും ദൈവസഭയുണ്ടാവും. കാരണം സാത്താന്യ ശക്തികൾക്ക് സഭയെ ജയിക്കാൻ അധികാരമില്ല. അവിടെ നീ എവിടെ പാർക്കുന്നു? സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്തുനിന്ന് ഞാൻ അറിയുന്നു. അടുത്തത്, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ഈ പെർഗമോസ് സഭയിൽ ഒരു വലിയ രക്തസാക്ഷി ഉണ്ടായി. ആ രക്തസാക്ഷിയുടെ പേരാണ് ഇവിടെ വായിച്ചത്, അന്തിപ്പാസ്. ഈ അന്തിപ്പാസിനെ എങ്ങനെ കൊന്നതെന്ന് സഭാപിതാവ് പറയുന്നത് ഇങ്ങനെയാണ്. പൊള്ളയായ ഒരു പിച്ചള വിഗ്രഹം കാളയുടെ ഷേപ്പിലുണ്ടാക്കി. അവിടെ ഒരു ദേവനാണ് കാള. ഒരു കാളയുടെ പിച്ചള വിഗ്രഹം ഉണ്ടാക്കിയത് പൊള്ളയാണ്. ആ പൊള്ള വിഗ്രഹത്തിൻ്റെ അകത്തേക്ക് ക്രിസ്ത്യാനിയായ അന്തിപ്പാസിനെ കയറ്റി കിടത്തി. എന്നിട്ട് അതിൻ്റെ അടി തീ കൊടുത്തു. അങ്ങനെ തീയില്ല അദ്ദേഹത്തെ ചുട്ടുകൊല്ലുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആ കാലത്ത് പോലും നീ എങ്ങനെയുള്ള വിശ്വാസം നിഷേധിച്ചില്ല. അവർ നല്ല ക്വാളിറ്റി സഭയെക്കുറിച്ച് പറയാനുണ്ട്. രക്തസാക്ഷിയാകാൻ വേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള മനസ്സ് ഈ സഭയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങനെയുള്ള വിശ്വാസം നിഷേധിച്ചില്ല. അടുത്തത്, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞ ഒരു കുറ്റം പറയാനുണ്ട്. ഇനിയാണ് കുറ്റം പറയുന്നത്. എങ്ങനെ നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്? സഭയെക്കുറിച്ച്. എന്താണ് സഭയെക്കുറിച്ച് പറയാനുള്ള കുറ്റം? വായിക്കും. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന്, ദുർനടപ്പ് ആചരിക്കേണ്ടതിന്, അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. സഭയ്ക്കകത്ത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഭയ്ക്ക് പുറത്തുനിന്ന് വരുന്ന പീഡകളല്ല സഭയ്ക്ക് കൂടുതൽ ദോഷം ഉണ്ടാക്കുന്നത്. സഭയ്ക്കകത്തുനിന്ന് വരുന്ന ദുരുപദേശങ്ങളും പ്രശ്നങ്ങളുമാണ് സഭയെ ക്ഷീണിപ്പിക്കുന്നത്. നമ്മുടെ സഭയ്ക്ക് ക്ഷീണമുണ്ടാക്കാൻ പുറത്തുള്ള ആർക്കും പറ്റുന്നില്ല. അത് വർഗീയ സംഘടനകളായിക്കോട്ടെ, നാമധേയ സംഘടനകളായിക്കൊള്ളട്ടെ, പബ്ലിക്കിലെ ഏതെങ്കിലും മനുഷ്യവിഭാഗങ്ങളായിക്കോട്ടെ, അവരുണ്ടാക്കുന്ന ഒന്നുകൊണ്ടും സഭ ക്ഷീണിക്കുകയാണ്. ആളുകൾ കൂട്ടത്തോടെ ഇവിടെ വന്ന് നമ്മളെ കല്ലെറിയട്ടെ, നമ്മുടെ കെട്ടിടത്തിന് കല്ലെറിഞ്ഞ നാശകേടുകൾ വരുത്തട്ടെ, നമ്മുടെ ആളുകളെ അപമാനിക്കട്ടെ, നമ്മുടെ ആളുകൾ വിശ്വാസത്തിൽ വന്നു എന്നതിൻ്റെ പേരിൽ ഉപദ്രവിക്കട്ടെ, സഭ ക്ഷീണിക്കുകയാണ്, ശക്തിപ്പെടും. എന്നാൽ അകത്ത് നിന്ന് ഒരാൾ എഴുന്നേറ്റ് സഭയ്ക്കകത്ത് പ്രവർത്തിച്ചാൽ പുറത്തു നിന്നുള്ള പ്രതികൂലത്തെക്കാൾ കൂടുതൽ സഭയെ തകർക്കാൻ അവർക്ക് കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കർത്താവെ ഞങ്ങളെ ഇന്നാളുടെ ഉപദ്രവത്തിൽ നിന്ന് വിടുവിക്കുന്നത് പുറമേ ഉള്ളവർക്ക് ഒരു ഓർത്തല്ല നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ഇതിനകത്ത് ആളുകൾ എഴുന്നേറ്റ് സഭയെ ക്ഷീണിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അത് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വീട് തന്നിൽ തന്നെ ചിത്രിച്ചാൽ, സാത്താൻ തന്നിൽ തന്നെ ചിത്രിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പം ആഭ്യന്തര പ്രശ്നമാണ് സഭയുടെ ഏറ്റവും വലിയ ഭീഷണി. സംഘടനയായാലും ലോക്കൽ സഭയായാലും ഒരു വീടായാലും അകത്തെ പ്രശ്നമാണ് ആ കുടുംബത്തെ തകർക്കുന്നത്, സഭയെ തകർക്കുന്നത്, സംഘടനയെ തകർക്കുന്നത്. പുറത്തെ പ്രശ്നങ്ങളല്ല. അത് പറയുന്നത് നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്. എന്താ കുറ്റം? ബിലയാമിൻ്റെ ഉപദേശം സഭയ്ക്കകത്ത് വന്നിരിക്കുന്നു. ആരാണ് ബിലയാമെന്ന് അറിയാമല്ലോ. ബിലയാം പെഥോർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന
ഒരു ദൈവത്തിൻ്റെ പ്രവാചകനെ. ബിലെയാം പുറത്തുള്ളൊരു മന്ത്രവാദിയോ അഭിചാരനോ അല്ല. ബിലെയാം ദൈവത്തിൻ്റെ പ്രവാചകൻ. എന്താ സംഭവം? ഈ ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരിക. അവർ യാത്ര ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ബാലാക്ക് എന്ന് പറയുന്ന മോവാബ്യ രാജാവ് വാർത്ത കേട്ടു. ഇസ്രായേൽ വരുന്നിടത്തെല്ലാം ശത്രുക്കളെ ഇങ്ങനെ കൊന്നൊടുക്കി രാജ്യം പിടിച്ചടക്കി വരിക. അങ്ങനെയാണെങ്കിൽ നാളെ ഇവിടെ വരും. ഇവരെ എങ്ങനെ തടയാം? സൈന്യബലമുണ്ടായിരുന്നവർക്ക് ഇസ്രായേലിനെ തോൽപ്പിക്കാനായില്ല. അതിൻ്റെ അർത്ഥം സൈനിക ശക്തി കൊണ്ട് ഇസ്രായേലിനോട് പൊരുതാനാവില്ല. പിന്നെ എന്ത് ചെയ്യണം? ആ പുള്ളി മനസ്സിലാക്കി ഇവരെ ശപിക്കണം. ആര് ശപിക്കണം? ദൈവത്തിൻ്റെ ആളുകൾ ശപിച്ചാൽ ആ ശാപം കൊണ്ട് ഇസ്രായേല് തോറ്റു. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? അന്വേഷിച്ചപ്പോഴുടെ അറിവിലൊരാളുണ്ട്. ബാലാക്ക് അന്വേഷിച്ചപ്പോൾ ബിലെയാം എന്നൊരു പ്രവാചകൻ ബെഥോ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലായി. ബാലാക്കുടനെ കുറേ ആളുകളെ കൊണ്ട് അയച്ചു. രാജ്യത്തിലെ പ്രമുഖന്മാരായ ആളുകളെ ബാലാക്ക് അവിടേക്ക് അയച്ചു. ഒരാളിങ്ങനെ പറഞ്ഞേക്കുന്നത്, ബിലെയാം നേരപ്പെടുത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീടിൻ്റെ മുറ്റത്ത് വിശേഷപ്പെട്ട വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ കുതിരവണ്ടിയൊക്കെ ആയിരിക്കാം, അന്നതല്ലേ ഉള്ളൂ, എല്ലാം വന്ന് നിരന്ന് നിൽക്കുക. എന്നിട്ട് അതിൽ നിന്ന് വിശിഷ്ടന്മാരായ ആളുകളെ പുറത്തിറങ്ങി അവരെ ആനയിച്ചിരുത്തി. കുശലവൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ബാലാക്ക് എന്ന മോവാബ് രാജാവ് അങ്ങയെ വിളിച്ചുകൊണ്ടിയല്ല ഞങ്ങളോട് പറഞ്ഞിരിക്കുക, അങ്ങ് ഞങ്ങളുടെ കൂടെ വരണം. വിലപിടിപ്പുള്ള പലതും നിങ്ങൾക്ക് തരാൻ രാജാവിന് താല്പര്യമുണ്ട്, വരണം. അപ്പം ബിലെയാം പറഞ്ഞു, പിന്നെ നല്ല പ്രവാചകനാണ്. ബിലെയാം അവരോട് പറഞ്ഞു, ഞാനത് പ്രാർത്ഥിച്ചിട്ട് പറയാം. ബിലെയാം അകത്ത് കയറി ദൈവോടനെ ബിലെയാമിനോട് ചോദിച്ചു, ആരവിടെ വന്നേക്കുന്നത്? അപ്പോൾ തന്നെ ബാലാക്ക് രാജാവ് പറഞ്ഞു വിട്ട ആരൊക്കെയാണ്, എന്താ കാര്യം? ഞാൻ അവരുടെ കൂടെ ചെല്ലണമെന്ന്. ദൈവം പറഞ്ഞു, പോകരുത്, അവൻ്റെ ലക്ഷ്യം നല്ലതല്ല, അതുകൊണ്ട് അവൻ്റെ കൂടെ പോകരുത്. ബിലെയാം തിരിച്ചറിയുമെന്ന് പറഞ്ഞ് ഞാൻ വരില്ല, ദൈവം എന്നെ അനുവദിക്കുന്നില്ല. അവർ തിരിച്ചുപോയി. ബാലാക്ക് രാജാവ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ഗ്രൂപ്പിനെ പറഞ്ഞയച്ചു. കുറേ കൂടെ VIP അവരെ പറഞ്ഞയച്ചു. അവരെയും പറഞ്ഞവരെ വന്നു. ബാലാക്ക് പറഞ്ഞു വിട്ട ആളുകളാണ്. അവരീ പ്രാവശ്യം വന്നത് വില കൂടിയ വാഹനങ്ങളിലാണ്. അവർ വന്ന് ഈ ബിലെയാമിനോട് പറഞ്ഞു, അങ്ങ് നിഷേധിക്കരുത്, രാജാവ് അങ്ങയെ കാണണമെന്ന് ആഗ്രഹിക്കും, അങ്ങ് വരണം. ബിലെയാം പറഞ്ഞു, ഞാനത് പ്രാർത്ഥിക്കട്ടെ. അകത്ത് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ എന്തായില്ലേ? പോകരുത്. ഈ രണ്ടാം പ്രാവശ്യവും പോകരുത് പറഞ്ഞപ്പോൾ ബാലാക്ക് കൃത്യമായി ഒരു മയമില്ലാതെ പറഞ്ഞു, ഞാൻ വരില്ല, ദൈവം എന്നെ അനുവദിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തി കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞു. ബാലാക്ക് മൂന്നാമത്തെ ഗ്രൂപ്പിനെ അയച്ചു. അവർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പീപ്പിൾസാണ്, VIP എന്നൊക്കെ പറയുന്നത്. വില കൂടിയ വാഹനങ്ങളിലാണ് അവർ വന്നിരിക്കുന്നത്. അവർ വന്ന് ബാലാക്കിനെ ബിലെയാമിനെ കണ്ട് പറഞ്ഞു, അങ്ങ് ഈ പ്രാവശ്യം നിഷേധിക്കരുത്, അങ്ങയെ സ്വീകരിക്കാനും രാജകൊട്ടാരത്തിൽ പാതിയോളമാണെങ്കിലും അങ്ങേക്ക് തരാനും അങ്ങ് ആ ചോദിക്കുന്നത് എന്തും തരാൻ ബാലാക്ക് സമ്മതമാണ്. അങ്ങ് വരണം. അങ്ങ് ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ചാൽ ഉണ്ടാക്കാൻ കഴിയുന്നത് ഈ ഒരൊറ്റ വിസിറ്റിങ്ങിൽ അങ്ങേക്ക് തരാം. എത്ര സമ്പത്ത് വേണേൽ തരാം, എന്ത് വേണേൽ തരാം, വരാൻ പറഞ്ഞു. ഈ പ്രാവശ്യവും ബിലെയാം അകത്ത് കയറി ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്താ ചെയ്യണേ, പോകണോ പോകണ്ടയോ? സത്യത്തിൽ 2 പ്രാവശ്യം ദൈവം പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് ബിലെയാമിന് മനസ്സിലായി. 3-ാം പ്രാവശ്യം ദൈവത്തോട് ചോദിക്കേണ്ട കാര്യമില്ല, ദൈവം പറഞ്ഞു കഴിഞ്ഞതല്ലേ. പക്ഷെ 3-ാം പ്രാവശ്യവും ബിലെയാം കയറി ചോദിച്ചു, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞു, പോകണം. അവിടെ ഒരു ദൂതുണ്ട്, ഒരു മർമ്മമുണ്ട്. എന്നറിയാമോ? ഈ നമ്മുടെ വീട്ടിലെ കുട്ടികളെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകേണ്ടത് ആദ്യം വന്ന് മാതാപിതാക്കളോട് ചോദിക്കും, അമ്മേ അല്ലെങ്കിൽ പപ്പ ഞാൻ പോകേണ്ട കളിക്കാൻ വേണ്ട,
രണ്ടാമത് വന്ന് ചോദിച്ചു, പോകട്ടെ? വേണ്ട. മൂന്നാമത് വന്ന് ചോദിച്ചു, അമ്മ ഞാൻ പോകട്ടെ? അനുവദിച്ചാൽ ഞാൻ പോവാ. ഉടനെ ചെല്ല, എന്നാൽ പിന്നെ പോയി കളിക്കേ. അരമണിക്കൂറിന് തിരിച്ചു വന്നാൽ ഏതാണ്ട് ഈ ഒരു പരുവത്തിന് വിനയം പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ പോട്ടെ, ദൈവം പറഞ്ഞു പോകണം. അപ്പം നമ്മൾ തന്നെ ചോദിക്കും, പോകരുതെന്ന് പറഞ്ഞ ദൈവം എന്തിനാ പോകാൻ പറഞ്ഞത്? ഇവൻ്റെ അകത്തിരിക്കുന്ന എന്നറിയാമോ? മൂന്നാം പ്രാവശ്യത്തെ വാഗ്ദാനങ്ങൾ കേട്ടപ്പോൾ എങ്ങനെങ്കിലും പോയി ഇതൊക്കെ മേടിക്കണം. രാജാവ് തരാൻ പോകുന്ന സമ്പത്ത്, പ്രശസ്തി, സ്ഥാനം വാങ്ങണം. അത് ഉള്ളിൻ്റെ ഉള്ളിലൊരു മോഹം കിടപ്പുണ്ട്. ആ മോഹം കണ്ട ദൈവം പറഞ്ഞ് പോക്കോ. അങ്ങനെ പോയി. ബിലെയാം ചെന്നപ്പോൾ ബാരാക്ക് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഈ ഒരു ജനത്തെ ഞാൻ കാണിച്ചു തരാം. ഉയർന്ന മലമേൽ കൊണ്ടുപോയി ഇസ്രായേലിനെ കാണിച്ചു. അവർ പാളയം അടിച്ച് പാർക്കുന്നത് വളരെ ഭംഗിയാണ്. കാരണം ഈ 25 ലക്ഷം വരുന്ന ജനങ്ങളെ പാളയം അടിച്ച് കിടന്ന് ചുമ്മാ വെറുതെ കൂട്ടം കൂടി കിടക്കുകയല്ല. ഒരു സൈഡിൽ 3 ഗോത്രങ്ങളുടെ കൂടാരനിരകൾ, തെക്ക് 3 ഗോത്രങ്ങളുടെ കൂടാരനിരകൾ, പടിഞ്ഞാറ് 3 ഗോത്രങ്ങളുടെ കൂടാരനിരകൾ, കിഴക്ക് 3 ഗോത്രങ്ങളുടെ പടിഞ്ഞാറ് ആ കൂടാരത്തിൻ്റെ നിരകൾ. ആ ടെൻ്റ് അടിച്ചേക്കുന്നതിനെ കാണാൻ വളരെ ഭംഗിയാണ്. അതിൻ്റെ നടുവിൽ സമാഗമന കൂടാരം, കൂടാരത്തിന് ചുറ്റിലും പുരോഹിത ഗോത്രങ്ങളുടെ കൂടാരം. ഇനി കൂടാരത്തിൻ്റെ മുകളിൽ ഷെഖൈന മേഘം ഇറങ്ങി നിൽക്കുന്നു. ആ കാഴ്ച കൃത്യമായി വെട്ടി നിർത്തിയ പൂത്തോട്ടം, പൂച്ചെടികളുള്ള പൂത്തോട്ടത്തിൽ ക്രാപ്പ് ചെയ്ത് നിർത്തിയ വരിയായി നിർത്തിയിരിക്കുന്ന ചെടികളെപ്പോലെ ഭംഗിയുള്ള കാഴ്ചയാണ്. മേടിൽ കയറി എന്ന് ബിലെയാം പറഞ്ഞു, അവരെ ശപിക്കേ. അവരെ ശപിക്കാൻ പറ്റുമ്പോൾ ബിലെയാം പറഞ്ഞു, യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? എന്നിട്ട് പറഞ്ഞു, എന്നാൽ പിന്നെ എന്തെങ്കിലും മന്ത്രവാദമോ ആഭിചാരമോ കൂടോത്രമോ എന്താ ചെയ്യും? അവരെന്ന് തകർത്തതാണ്. ബിലെയാം പറഞ്ഞു, ആഭിചാരം യാക്കോബിന് പറ്റില്ല. ലക്ഷണവിധി ഇസ്രായേലിനോട് ഭരിക്കില്ല, നടക്കില്ല. 3 പ്രാവശ്യം ബിലെയാമിനെ മുകളിൽ കൊണ്ടുപോയി ഇസ്രായേലിനെ കാണിച്ചു. ഇസ്രായേലിനെ കാണിച്ചപ്പോൾ എന്നെ ബിലെയാം തീർത്ത് പറഞ്ഞു, ഈ ജനത്തെ ശപിക്കാൻ സാധ്യമല്ല, ഈ ജനത്തെ ശപിക്കാൻ പറ്റില്ല. കാരണം എന്താ കാരണം എന്ന് പറയുന്നുണ്ട്. ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ. എവിടെ ഈ ആഭിചാരം ഭരിക്കാത്തതെന്നറിയാമോ? വേർപാടുകളുണ്ട്. വേർപാട്, വിശുദ്ധി എന്നിവ ആര് സൂക്ഷിക്കുന്നുവോ അവിടെ ഒരു പിശാചിനെ ജയിക്കാൻ ഒക്കുകയില്ല. നമ്മൾ ജയിക്കുന്നതിന് കാരണം നമ്മുടെ വേർപാടും വിശുദ്ധിയും അനുസരിച്ചായിരിക്കും. കേട്ടോ, കൈ ബൈബിളുള്ളതുകൊണ്ട് പിശാച് ജയിക്കരുതെന്ന് വിചാരിക്കരുത്. ചില അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരാണ്. സമുദായക്കാരായ ആളുകൾ ചിലരെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ബൈബിൾ എൻ്റെ തലയുടെ അടി വെച്ചുകൊണ്ട് കിടന്നുള്ളത് പിശാച് വരാതിരിക്കാനാണ്. ബൈബിൾ തലയുടെ അടി വെച്ചാൽ പിശാച് വരാതിരിക്കും. കുരിശ് കണ്ട പിശാച് വരാതിരിക്കും. വെറുതെ ഒരിക്കലില്ല. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും കഴുകപ്പെട്ടവരുമായ ആളുകൾക്ക് മാത്രമേ പിശാചിൻ്റെ മേൽ ജയമുള്ളൂ. അല്ലാത്തവർ ജയിക്കുന്നില്ല. ജയിക്കുന്നവർക്ക് തോന്നുന്നത് വെറുതെയാണ്. ജയം രക്ഷിക്കപ്പെട്ട ദൈവജനത്തിനും മാത്രം. കാരണം അവർ വേർപെട്ടവരാണ്. അവ ഇസ്രായേൽ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ആഭിചാരം അവർക്ക് പറ്റത്തില്ല. ലക്ഷണവിധിയും അവരോട് ഭരിക്കയില്ല. ഉടനെ ബാലാക്ക് ബിലെയാമിനോട് പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ട് നിന്നെ അവിടെ നിന്ന് വിളിച്ചു വരുത്തിയതേ ഇവരെ അനുഗ്രഹിക്കാനല്ല, നീ ഇവരെ ശപിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ ശപിക്കണം. അപ്പം ബിലെയാം പറഞ്ഞു, എനിക്ക് ശപിക്കാൻ ഒക്കുകയില്ല. ഞാനൊരു കാര്യം പറഞ്ഞത്, ആ പ്രയോഗം ചെയ്താൽ ഇസ്രായേലിനെ തോൽപ്പിക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു.
നിങ്ങളുടെ ദേവനായ ബാൽപെയോറിന് ഞങ്ങളൊരു വലിയ സദ്യ കഴിക്കും. അത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ബാൽപെയോറിനുള്ള സദ്യ കഴിക്കാൻ ഇസ്രായേലിനെ ക്ഷണിക്കണം. ഈ വിഗ്രഹാർപ്പിതം അവർ തിന്നാൽ ദൈവം അവർക്കെതിരാവും. ദൈവം അവർക്കെതിരാവുമ്പോൾ നമ്മൾ തോപ്പിച്ചിടം തോന്നും. എങ്ങനെയുള്ള ബുദ്ധി? നമ്മൾ ചുമ്മാ വിളിച്ചിരിക്കാനല്ല. ഇസ്രായേൽ അങ്ങനെ വരികയില്ല. നിങ്ങളുടെ ഇടയിലെ സുന്ദരിമാരായ കന്യകമാരെ അണിയിച്ചൊരുക്കി ഈ പുരുഷന്മാർ പാർക്കുന്ന പാളയത്തിലേക്ക് വേണം അവരെ ക്ഷണിക്കണം. ഈ സ്ത്രീകൾ വശ്യതയോടുകൂടെ ഈ പുരുഷന്മാരെ ക്ഷണിച്ചാൽ അവർ വരും. അവരെ ഈ വിഗ്രഹാർപ്പിതത്തിൽ ഭക്ഷണം കഴിപ്പിക്കണം. ഈ ദേവന് പ്രസാദമുള്ള ബലികൾ അവർ തിന്നണം. ദൈവത്തിനത് മഹാകോപമാണ്. അങ്ങനെ അവരോട് ദൈവം കോപിച്ചിരിക്കുമ്പോൾ നമ്മൾ പോയി അവരെ തോൽപ്പിക്കാൻ എളുപ്പമാണെന്ന ഒരു കുതന്ത്രം ബിനയാം പറഞ്ഞു കൊടുത്തു. ഇതാണ് ബിനയാമിൻ്റെ ഉപദേശം. അർത്ഥാൽ ദൈവജനത്തിൻ്റെ വേർപാട് നഷ്ടപ്പെടുത്തിയ ദൈവസഭയെ മുടിക്കാമെന്ന് പിശാച് ചില വ്യക്തികളിലൂടെ പറയുന്നത് ബിനയാമിൻ്റെ ഉപദേശമാണ്. ചെവി കൊടുക്കരുത്. നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിശുദ്ധനായ ദൈവത്തെ സേവിക്കാനാണെങ്കിൽ ആ വിശുദ്ധിക്ക് വെള്ളം ചേർക്കാൻ നമുക്കാവില്ല. നമ്മൾ ജീവൻ കൊടുത്തും അതിന് വേണ്ടി നിൽക്കണം. കാരണം വിശുദ്ധിയാണ് ദൈവത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയും. അപ്പം അതിനാണ് പുതിയ ഉപദേശങ്ങൾ വരുന്നത്. പുതിയ ഉപദേശങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം ആധുനിക കാലത്ത് വേർപാടിന് വലിയ പ്രാധാന്യമില്ല. നിങ്ങൾ എവിടെ ഉള്ളതിന് പൊക്കൂ. ഏത് പള്ളിയിലെ മെമ്പർഷിപ്പ് നിങ്ങൾ നിലനിർത്തിക്കൂ. 10 മണിയാവുമ്പോൾ ഞങ്ങളുടെ യോഗത്തിനോട് വരണം. അതിനു മുമ്പ് നിങ്ങൾ എവിടെ ഉള്ളതിനും അയ്യോ ഞങ്ങൾ പള്ളി ചെറുപള്ളിയിലെ മെമ്പർഷിപ്പ് കടഞ്ഞേച്ച് വരാൻ ബുദ്ധിമുട്ടാണ്. അതിനെന്നാ അവിടെ 10 രൂപ തീരെ അവിടെ പോയിക്കൊള്ളാനേ ഉള്ളൂ. അവിടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? ആ കവറിടത്തിൽ ചുറ്റി നടക്കുമോ? അവിടുത്തെ മണ്ണിച്ചെടുത്ത് തിന്നുമോ? വേറെ കുറച്ച് വെടി കൊണ്ടുപോകുമോ? ആരും എഴുതി എത്തിക്കുകയോ? ഒക്കെ ചെയ്തു. പക്ഷെ ഒരു 10:30 നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ വർഷിപ്പ് സെന്ററിൽ ആരാധിക്കും. ഇങ്ങനെ ജനത്തെ വേർപാടിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഉപദേശം അത് കേട്ടാൽ ആളുകൂടും. അവിടെ ആളുകൂടുതലാണ്. നമ്മുടെ വാളകത്തിനപ്പുറത്ത് മൂവാറ്റുപുഴ വാളകം റൂട്ടിൽ എറണാകുളത്തിന് പോകുന്ന റൂട്ടിൽ വലിയൊരു ഫെലോഷിപ്പ് ഉണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അതിൻ്റെ നേതാവ് ഒരിക്കൽ കലാമോഡിറ്റോറിയത്തിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അന്ന് പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ പുള്ളി മരിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് വന്നത് എൻ്റെ മാതാവിൻ്റെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സന്ധ്യയ്ക്ക് പ്രേരണ വന്നതെന്ന് നേതാവ് പറഞ്ഞു. നടന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. കലാമോഡിറ്റോറിയത്തിൽ നടന്ന മീറ്റിങ്ങിലാണ് പറഞ്ഞത്. അപ്പോൾ വന്നുകൂടി അനുയായികൾ ആയിരക്കണക്കിന് ആളുകളുണ്ട്, സമുദായക്കാരാണ്. അവർക്ക് വലിയ തൃപ്തിയായി. അപ്പം മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മരിച്ചു പോയവരോട് പ്രാർത്ഥിക്കാം, പുണ്യവാളന്മാരോട് പ്രാർത്ഥിക്കാം. അതും നടക്കും, ഈ കൂട്ടായ്മ നടക്കും. ഇതാണ് വേർപാടില്ലായ്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ജീവിത വിശുദ്ധി. ജീവിത വിശുദ്ധിക്ക് ചേരാത്തത് വലിയ കാര്യമില്ല, തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്ന ഉപദേശ സംഘങ്ങളുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ സോഷ്യൽ മീഡിയയിൽ കാണും. ഒരു വിഷയമേ അല്ല. അവർ പറയുന്ന കൃപയാണ്, കൃപയെല്ലാം പൊതിഞ്ഞോളൂ. നിങ്ങൾ എന്ത് പാപം ചെയ്താലും കൃപ നിങ്ങളെ പൊതിയും. അതുകൊണ്ട് പാപം ഒരു വിഷയമല്ലെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. അവർ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സഭ എപ്പോഴൊക്കെ വേർപാട് നഷ്ടപ്പെടുത്തിയോ അപ്പോഴൊക്കെ സഭ തകർന്നിട്ടുണ്ട്. സഭയുടെ വിശുദ്ധി പോയപ്പോൾ, സഭയുടെ നൈർമല്യം പോയപ്പോൾ കർത്താവ് അവരെ തള്ളിക്കളഞ്ഞു. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. എന്താണ് 4 വരെ വാക്യങ്ങൾ നമുക്ക് ഓരോന്നായി വായിക്കാം. 2 കൊരിന്ത്യർ 11-ന്റെ 1. നിങ്ങൾ എന്റെ മക്കൾ അസാരം ബുദ്ധിക്ക്
ഓർത്തുകൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സഭയുടെ കാര്യമാണ്. ക്രിസ്തുവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ് പുതിയ നിയമസഭ. അടുത്തത്. എന്നാൽ സർപ്പം ഹവ്വായി വായിച്ചാൽ കളിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിർബന്ധപ്പെട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ നിർമ്മല കന്യകയുടെ ഹൃദയം വഷളായി പോകും. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ഉണ്ടാവും. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത എപ്പോൾ പോകുന്നു? സഭയുടെ ഹൃദയം വഷളായി. ക്രിസ്തുവിനേക്കാൾ വലുതായ ആരുമില്ല. അടുത്ത വാക്യം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ആശ്ചര്യം. അപ്പം വേറെ ക്രിസ്തുവുണ്ട്, വേറെ ആത്മാവുണ്ട്. ഈ ക്രിസ്തു എന്ന് പറയുമ്പോൾ എല്ലാം വേദപുസ്തകം പറയുന്ന യേശു ക്രിസ്തു അല്ല. ചില മനുഷ്യരുണ്ടാക്കിയ അവരുടെ ക്രിസ്തു ഉണ്ടെന്നേ. ആ ക്രിസ്തു ആ വേറൊരു ആത്മാവ് അവിടെ നമ്മൾ ചിന്തിച്ചു പോകരുത്. ദൈവമേ ഇവരുടെ ദൈവാത്മാവാണോ? അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ്. അവർ പറയുന്ന യേശു യഥാർത്ഥ യേശു അല്ല, ഒരിക്കലുമല്ല. യഥാർത്ഥ യേശു എന്തു പഠിപ്പിച്ചോ അതിനെതിരെ പഠിപ്പിക്കുന്ന യേശുവിനെ ജനങ്ങൾ കൊടുക്കുക. അതിനെതിരെ പഠിപ്പിക്കുന്ന യേശുവിനെ. ഉദാഹരണത്തിന് നിങ്ങൾ എത്ര പേര് അതങ്ങനെയുള്ള കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലുള്ളൊരു ഉദ്ദേശിച്ച ഈ പറയുന്ന ന്യൂജന സംഗമം. നിങ്ങൾക്ക് കോടീശ്വരനാകണമോ, അംബാനിയെ പോലാകണമോ, അദാനിയെ പോലാകണമോ? ആകാം. യേശു നിങ്ങളെ അങ്ങനെയാകും. പച്ചയായി പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ജനത്തിൻ്റെ ചിന്ത എന്താണെന്നറിയാമോ? എങ്ങനെ ഈ ലോകത്തിൽ കൂടിച്ചെന്നത്? പാവങ്ങൾ വെള്ളവിധനം ജീവിച്ചുകൊണ്ടിരുന്ന അതുങ്ങളുടെ ഹൃദയത്തിനകത്ത് മോഹം കെട്ടുകൊടുക്കുക. മാരുതി 800 വന്ന ഒരച്ഛൻ കോട്ടയത്തുള്ള ഒരു സംഘത്തിൻ്റെ നേതാവ് അവരെ പഠിപ്പിച്ചു. വെച്ചാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവിൻ്റെ മക്കളാണ്. 800 നമുക്ക് പറ്റിയതല്ല. അതൊക്കെ വല്ല പിച്ചക്കാർക്ക് പോകണം. പോയി ബുക്ക് ചെയ്യണം ഒരു ഇന്നോവ. ഈ പാവം പറഞ്ഞു എൻ്റെ ഈ കാശില്ല, ഞാൻ പോയി ബുക്ക് ചെയ്താൽ ഇതിന് ലോൺ അടയ്ക്കും. ധൈര്യമായിട്ടുള്ള കർത്താവെല്ലാം കറ്റി കൊടുക്കുമ്പോൾ പാവം ഇത് കൊണ്ട് കൊടുത്ത് ഈ പറഞ്ഞ വൻ വില കൂടി ഒരു കാറ് വാങ്ങി. അതിന് വരുമാനമില്ല. ഒടുവിൽ ലോൺ അടയ്ക്കാതായപ്പോൾ അവർ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇപ്പം സൈക്കിൾ പോലുമില്ല. പാവം അതിനകത്ത് മര്യാദ നടന്നുകൊണ്ടിട്ടാണ്. ഇതാര് പഠിപ്പിച്ചു? എൻ്റെ ചോദ്യം ഇതാണ്. ഇത് പഠിപ്പിക്കുന്ന ലീഡറാണ്. അപ്പം നിങ്ങൾക്ക് കോടീശ്വരനാകാം, നിങ്ങൾക്ക് വലിയൊരു ധനികനാകാം. യേശു നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ അതിൻ്റെ വഴി തുറക്കാൻ പോവുകയാണ്. അതിൻ്റെ താക്കോൽ വിശ്വാസത്താൻ ഇവിടെയുണ്ട്. ഏറ്റെടുക്കുക, തുറക്കുക. പിന്നെ വേറെ ഗ്രൂപ്പ് പറഞ്ഞതാണ്, എന്നെ അറിഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ വന്നതാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഉടനെ ഫോൺ വിളിക്കുകയാണ്. ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞു, എൻ്റെ അക്കൗണ്ടിൽ 1 കോടി കയറി. എൻ്റെ അക്കൗണ്ടിൽ 1 കോടി കയറി. അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു, കേട്ടോ ഫോണിൽ കൂടെ തന്നെ കേട്ടിരിക്കുക, 1 കോടി രൂപയാണ് പിന്നെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ പ്രാർത്ഥന വന്നത്. ആർക്കൊക്കെ വേണം 1 കോടി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു പുള്ളി നേതാവ് ആ കൂടെ നിൽക്കുന്നുണ്ട്. പുള്ളി ചർച്ചക്കൂടിന് പഴയ ക്ലാസ്. പുള്ളി ഉൾപ്പെടെ പറഞ്ഞു, കൈവയ്ക്കുന്നു, അത് എനിക്ക് വേണം. അവിടെ നിന്നവരെല്ലാം കൈവയ്ക്കും, നമുക്ക് വേണം. ഈ പുള്ളിക്ക് എങ്ങനെ പൈസ കിട്ടിയെന്ന് ചോദിച്ചാൽ അതൊരു ബിസിനസ്സാണ്, ലോൺ എടുത്തത്. അയാളെ അന്നേരം വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ, പ്രാർത്ഥിച്ചതിന് നന്ദി, എൻ്റെ ലോൺ സാങ്ഷനായി പൈസ കിട്ടിയത്. ഈ പുള്ളി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച ഉടനെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു. ഞാൻ ഇവിടെ എൻ്റെ അക്കൗണ്ടിലേക്ക്
1 കോടി രൂപ വന്ന് കയറണമെങ്കിൽ അത് വേറെ ഏതെങ്കിലും പാവത്തിൻ്റെ പള്ളക്കടിച്ചെങ്കിൽ അത് ഇങ്ങോട്ട് വന്ന് കയറും. അല്ല, റിസർവ് ബാങ്ക് നേരിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ദൈവം എങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത്. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകെ ആൾക്കൂട്ടങ്ങളുമുണ്ട്. ഇത് ലോകത്തെ മനുഷ്യനകത്ത് കയറ്റി വിടുക, മോഹിപ്പിക്കുക. ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം. കർത്താവ് പറയാം, നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്. ഭൗതിക നേട്ടത്തിന് വേണ്ടി ബിലയാം പറഞ്ഞു കൊടുത്ത കുതന്ത്രം ഏറ്റെടുത്തവരെ പോലെ ചില ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പം അത് സഭയ്ക്ക് ചേരുന്നതല്ല. യേശു ഒരിക്കലും സമ്പന്നത നല്ല വലിയതാണെന്ന് പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടേ. യേശു പറയുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ പിതാവ് തരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഭൂമിയിൽ നമുക്കൊരു ആവശ്യമുണ്ടല്ലോ, തരാമെന്ന് പറഞ്ഞു. അത് തരാനേ കർത്താവ് വിശ്വസ്തരുമാണ്. അതാണ് നമുക്ക് പറ്റിയത്. നമുക്കത് മതി. അതിനപ്പുറത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്താ കാര്യം? നമുക്കതുകൊണ്ട് ജീവിക്കാൻ അറിയാം, അത്രയേ ഉള്ളൂ. ദൈവവുമായി സജീവ ബന്ധത്തിലുള്ള ഒരാൾ തുച്ഛമായ ഉള്ളെങ്കിലും സംതൃപ്തിയോടെ ജീവിക്കും. ഏലിയാവ് അഷ്ടിക്കാഹാരത്തിന് വകയില്ലാത്തത് ദൈവവനെ പുലർത്തിയത് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മെ പുലർത്താൻ കഴിയുന്ന ഒരു ദൈവത്തെ നമുക്ക് അറിയാം. അല്ലാതെ നമ്മെ സമ്പന്നരാക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. അത് ദൈവിക ഉപദേശമല്ല, ആ ഉപദേശം സാധാന്യമാണ്. ഇത് തന്നെ വേണമെങ്കിൽ പ്രവാചകന്മാരും പറയും. ഈ പ്രോഫറ്റിക്കൽ ഗിഫ്റ്റ് ഉള്ളവര് ജനങ്ങളെ ചതിക്കുന്ന ഒരു രീതിയുണ്ട്. അവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അവർ പറയും, നിങ്ങളെ കർത്താവ് വേറെ ചില മെത്തേഡ് നോക്കിയാണ് പറയുന്നതേ ഉള്ളൂ, വേറെ രീതിയിലാണ് പറയുന്നതേ ഉള്ളൂ. അത് കേട്ടുകൊണ്ട് നമ്മളാരും മയങ്ങി പോകരുത്. വചനത്തിൽ വ്യക്തമായി തെളിവുകളില്ലാത്ത ഒരു വാക്ക് അംഗീകാരയോഗ്യമല്ലെന്ന് നമ്മൾ പഠിക്കണം. വചനം എന്ന് പറയുന്നു, ഇന്നാരെന്ന് പറഞ്ഞെന്നല്ല, ഷാജി പാസ്റ്റർ എന്ന് പറഞ്ഞെന്നല്ല, സി.ഡി. തോമസ് പാസ്റ്റർ എന്ന് പറഞ്ഞു എന്നുള്ളതല്ല. അവർ പറഞ്ഞത് വചനപ്രകാരമാണോ എന്നുള്ളതിനാണ് പ്രാധാന്യം. കേട്ടോ, ഞാൻ പറയുന്നത് വചനവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ തള്ളിക്കളയും. അത് ശരിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിപ്പോൾ ക്ലാസ്സായുള്ളൊരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ എന്തെങ്കിലും പഠിപ്പിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഒരു തുണ്ട് പേപ്പറിലോ ഒരു കടലാസ് ഷീറ്റിനെ എഴുതി നിങ്ങളിവിടെ കൊണ്ടുവന്നാൽ അതിന് മറുപടി തരുമെന്ന് ഞാൻ പറഞ്ഞു. ക്ലാസ്സിന് അങ്ങനെ പ്രത്യേകമുണ്ട്. സഭായോഗത്തിന് ചോദിക്കരുത്, അവിടെ അതിന് അനുവാദമില്ല. സഭായോഗം അതിനുള്ളതല്ല. അതുകൊണ്ടാണ് സമയമില്ല നമുക്ക്. അതുകൊണ്ടാണ്, വെറുതെ കൊണ്ടല്ല. ക്ലാസ്സിൽ പ്രത്യേകത നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. അതാണ് ക്ലാസ്. അല്ല എന്തും പറഞ്ഞു പോവുകയല്ല. അപ്പോൾ ബൈബിൾ പറയുന്നു, പെർഗമോസിലെ സഭ ബിലയാമിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്ന ജനങ്ങളുടെയുണ്ട്. തന്ത്രത്തിലൂടെ പണമുണ്ടാക്കാൻ കൃപാവരങ്ങളെ ഉപയോഗിക്കാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്നതാണ്. അടുത്തൊരു ദൈവദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു നീഗ്രോ പാസ്റ്ററുണ്ട്. നീഗ്രോ ഈ ആഫ്രിക്കൻ പാസ്റ്റർ ഒരു കസേര ഇട്ട് കൊടുത്ത് അവിടെ നേരത്തെ ഇരിക്കുക. എന്നിട്ട് ഈ ലീഡ് ചെയ്യുന്ന ദൈവദാസൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഒരഭിഷേകവും ശക്തിയേറിയ അഭിഷേകം ഇത് വേണ്ട. നിങ്ങളുടെ കയ്യിൽ ഉള്ള പണം അദ്ദേഹത്തിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചാൽ അദ്ദേഹം നിങ്ങളുടെ മേൽ കൈവെക്കും. ആ സെക്കൻഡിൽ അഭിഷേകം നിങ്ങളിലേക്ക് പോകും. താല്പര്യമുള്ളവർക്ക് വരാവുന്നു. മനുഷ്യ എല്ലാവരും അവൻ്റെ പേഴ്സ് തുറന്ന് ഉള്ള പൈസ എടുത്തുകൊണ്ട് വന്ന് ഇയാളുടെ കാലത്ത് വയ്ക്കും, കുരിഞ്ഞു നിൽക്കും, തല കൈ വയ്ക്കും. അടുത്ത ആൾ വരും, കുരിഞ്ഞു നിൽക്കും, പൈസ വയ്ക്കും, തല കൈ വയ്ക്കും. അഭിഷേകം പകരില്ല. എന്നാ കൊടുക്കണം? പണം കൊടുക്കണം. പണം കൊടുത്താൽ അഭിഷേകം തരും.
മനുഷ്യരുടെ ആർത്തി ഒന്ന് കാണേണ്ടതായിരുന്നു ഈ അഭിഷേകത്തിന് വേണ്ടി. പക്ഷെ ആരും ചിന്തിച്ചില്ല, പൈസ കൊടുത്താൽ അഭിഷേകം കിട്ടും. ഈ പറയുന്നത് ശരിയാണ്. അതാണ് കൾട്ടെന്ന് പറയുന്നത്. ജനങ്ങൾ വചനത്തെ നോക്കാതെ തെറ്റായ ഉപദേശങ്ങളെ നോക്കി അതിന് പിന്നാലെ പോകുന്നതാണ് കൾട്ട് എന്ന് വേദപുസ്തക ഭാഷയിൽ പറയുന്നു. അത് നടന്ന കാര്യം ഞാൻ പറഞ്ഞ അടുത്ത് സംഭവിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ സഭയിൽ എഴുന്നേൽക്കുന്നത് ഈ പെർഗമോസ് പീരീഡിലാണ്. അവിടെ ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ട്. എന്തായിരുന്നു ഉപദേശം? ജനങ്ങളെ എന്താ പഠിപ്പിച്ച? 14 വാക്യങ്ങളുള്ള വായിച്ചു 2:14. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന് ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അപ്പം അത് സഭയ്ക്കൊരു വലിയ ദോഷം, ഒരിക്കലും സമയം സംഭവിക്കാൻ പാടില്ല. രണ്ടാമത്തെ പെർഗമോസ് സഭയുടെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ആസ്ക്ലിയോപ്പസ്, ആ പേര് ഇത്തിരി കട്ടിയാണ്, ആസ്ക്ലിയോപ്പസ് എന്ന ദേവതയുടെ ക്ഷേത്രമിരുന്ന സ്ഥലം. എന്താ ദേവന്റെ പ്രത്യേകത എന്നറിയാമോ? ദേവതയുടെ രോഗശാന്തിയുടെ ദേവത ആസ്ക്ലിയോപ്പസ്, രോഗശാന്തി ദേവനാണ്. ഈ ദേവനോട് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി കിട്ടും. അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആസ്ക്ലിയോപ്പസ് എന്ന ദേവത ഗ്രീക്കുകാരുടെ ഒരു ദൈവമാണ്. ഇത് സൗഖ്യത്തിൻ്റെ ദൈവമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഡോക്ടർമാരുടെ വാഹനത്തിൽ ഒരു ചിഹ്നം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വടി പോലെ ഒന്നിങ്ങനെ നിൽക്കും, രണ്ട് സർപ്പങ്ങൾ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കയറുന്ന കണ്ടിട്ടുണ്ടോ? ഡോക്ടർമാരുടെ വാഹനത്തിൽ നോക്കണം, ഹോസ്പിറ്റലിൽ നോക്കണം. അതിന് ചെറിയ പടയത്തേ ഉള്ളൂ. ഇതൊരു ചെറിയ ചിത്രമാണ്, രണ്ട് സർപ്പങ്ങളൊരു വടിയെ പിണഞ്ഞ് കയറുന്ന ചിത്രം. ഇനി ഇതിന് ഡോക്ടർമാരുടെ വാഹനത്തിലോ ഹോസ്പിറ്റലിലോ ചെല്ലുമ്പോൾ നമ്മൾ നോക്കുക, ഈ പുസ്തകത്തിൽ കാണുന്ന പടം ഹോസ്പിറ്റലിൽ എവിടെയും കാണും, ഡോക്ടർമാരുടെ വണ്ടിയും കാണും, ഹോസ്പിറ്റലിൻ്റെ ഏതെങ്കിലും ക്ലാസ്സിൽ കാണും, ഉണ്ടാവും. ഈ രണ്ട് സർപ്പം ഒരു വടിയെ ഇങ്ങനെ ചുറ്റിപ്പണിഞ്ഞത്. ഇതെവിടുന്ന് വന്നതെന്നറിയാം? പെർഗമോസിലെ ഈ ദൈവത്തിൻ്റെ ചിഹ്നമാണ്. 21 നൂറ്റാണ്ടായിട്ടും വൈദ്യശാസ്ത്രം ഈ ചിഹ്നമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 21 നൂറ്റാണ്ടിലാണ് പെർഗമോസിലെ ദേവനായ ആസ്ക്ലിയോപ്പസിൻ്റെ രോഗസൗഖ്യത്തിൻ്റെ ഒരു ചിഹ്നമാണ് ഞാൻ കാണിച്ചത്. ഇത് ഈ 21 നൂറ്റാണ്ടിൽ വൈദ്യശാസ്ത്രം ഉപയോഗിക്കുന്നു. 2, ഈ ഡോക്ടർമാർ മരുന്ന് മുറിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് കുറിച്ചു തരുന്ന കുറിപ്പടിയുടെ മുകളിൽ ഇടതുവശത്തായി RX എന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. നിങ്ങൾക്ക് മരുന്ന് കുറിക്കുന്ന ഡോക്ടർമാർ ആ കുറിപ്പടിയുടെ ഏറ്റവും മുകളിൽ RX, ഇനി ആശുപത്രിയുടെ ഓർമ്മ കാണാൻ പോയി നോക്കിയാൽ മതി, അങ്ങനെ കുറിച്ചിരിക്കും. ഇതെവിടുന്ന് വന്നു? ഇത് ഈജിപ്തിലെ രോഗശാന്തിയുടെ ദേവനായ ഹോറസ് എന്ന ദേവന്റെ ചിഹ്നമാണ്. ഈജിപ്തിലെ രോഗശാന്തിയുടെ ദേവനായ ഹോറസ് ദൈവത്തിൻ്റെ ചിഹ്നമാണ് ഈ RX. നിങ്ങൾ ഗവൺമെൻറ് ആശുപത്രി പോയാലും കൊള്ളാം, പ്രൈവറ്റ് ആശുപത്രി പോയാലും കൊള്ളാം, നിങ്ങൾക്ക് മരുന്ന് കുറിക്കുന്ന ചീട്ടിൽ RX എഴുതാതെ ഒരു ഡോക്ടറും ഞങ്ങൾക്ക് മരുന്ന് കുറിക്കുക എന്ന് പറഞ്ഞാൽ മെഡിക്കൽ രംഗം പോലും ഇന്ന് കിടക്കുന്നത് പുരാതന ഈജിപ്ഷ്യൻ, ഗ്രീക്ക് സൗഖ്യദേവന്മാരുടെ ചിഹ്നങ്ങൾ
വഹിച്ചുകൊണ്ടാണ് ഇത് കിടക്കുന്നത്. ഇപ്പോഴും ഈ അലോപ്പതിക്കാരൻ്റെ ചിഹ്നമായി പറയുന്നത് മെഡിക്കൽ രംഗത്ത് അവർ ഉപയോഗിക്കുക, ഇപ്പോഴും ഉപയോഗിക്കുക. നമ്മളാരും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പണ്ട് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ടില്ല. ഈ RX അല്ല, എല്ലാ കുടുംബത്തിനും വേണ്ടി കാണുമല്ലോ RX. പിന്നെ ഡോക്ടർമാരെ എല്ലാം വാഹനത്തിൽ കാണുമല്ലോ ഈ പാമ്പും ഈ തെണ്ടും. ഇതെന്തുവാ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെയും കാണരുത്, അവരുടെ എൻട്രൻസിലൂടെ ഇങ്ങനെ ചിഹ്നമുണ്ട്. ഇതെന്ത് വർദ്ധിച്ചിട്ടുണ്ട്? എന്താ കാര്യം ഓർത്തിട്ടുണ്ട്? സംഭവം ഇതാണ്. മനുഷ്യന് സൗഖ്യം നൽകുന്നത് ദേവന്മാരാണ്. അത് ഈജിപ്തിലെ ഹോറസും ഗ്രീസിലെ ആസ്ക്ലിയോപ്പസ് എന്ന ദേവതയുമാണ് എന്ന ബോധ്യതയിലാണ് വൈദ്യശാസ്ത്രം നിലനിൽക്കുന്നത് തന്നെ. ഇവിടെ കിട്ടിയ കാര്യങ്ങൾ അവിടെ പോകും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്കൊരു സൗഖ്യം ഒരു മെഡിസിൻ കഴിച്ചുകൊണ്ടായാൽ മെഡിക്കൽ സയൻസ് എന്തായാലും വിലയിരുത്തുക. ഈ മെഡിസിൻ ഭരിക്കാൻ കാരണം വൈദ്യശാസ്ത്രത്തിൻ്റെ ദേവതകൾ അയാൾക്ക് സൗഖ്യം നൽകുകയാണെന്നാണ് മെഡിക്കൽ രംഗം കരുതുന്നത്. പച്ചയായ കാര്യം പറയുന്നു. നമ്മളങ്ങനെ വിശ്വസിക്കുന്നവരല്ല. നമ്മുടെ സൗഖ്യം തൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തരുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. യേശു എനിക്ക് വേണ്ടി മുറിവേറ്റത് കൊണ്ടാണ് ഞാൻ സൗഖ്യമുള്ളത്. അപ്പം പെർഗമോസ് എന്ന് പറയുന്ന സ്ഥലം രോഗശാന്തിയുള്ള ദേവനായ ആസ്ക്ലിയോപ്പസിൻ്റെ നാടുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ചിഹ്നമാണ്, ഈ അടയാളമാണ് സർപ്പം. വടിയിൽ ചുറ്റിപ്പിളഞ്ഞ് കിടക്കുന്ന സർപ്പം ആസ്ക്ലിയോപ്പസിൻ്റെ ചിഹ്നമാണ്. അതിന്ന് മെഡിക്കൽ സയൻസ് ഉപയോഗിച്ചു വരുന്നു, ഇപ്പോഴും ഉപയോഗിക്കുന്നു, എന്നോ ഉപയോഗിക്കുന്നു. നമ്മുടെ ഈ 4-യോ അതിൽ കൂടുതലോ കൊല്ലങ്ങൾ നമ്മുടെ കുട്ടികളെ മെഡിസിൻ പഠിക്കാൻ വിടുമ്പോൾ അവൻ്റെ ഫൗണ്ടേഷൻ അടിത്തറ എന്ന് പറയുന്നത് ഈ ദേവന്മാരുടെ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. അവരങ്ങനെ വിശ്വസിക്കുന്നവർ. അതുകൊണ്ടാണ് അവരാരും മാറി ചിന്തിക്കുന്നവരല്ല, അവരെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആ ആധുനിക മെഡിക്കൽ സയൻസിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഗ്രീക്കുകാരനാണ്. അയാളാണ് മെഡിക്കൽ സയൻസ്, മെഡിക്കൽ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ്. അപ്പം ഇവരെല്ലാം ഇന്നും പൂജിക്കപ്പെടുന്ന ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി ജനങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ദേവന്മാരാണ്. എന്തിനാണ് നമ്മുടെ ആഴ്ചകളുടെ പേര്, നമ്മുടെ മാസങ്ങളുടെ പേര്, ഇതെല്ലാം ദൈവങ്ങളുടെ പേരാണ്. ഈ ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും ജൂലൈയും ജൂണും ഒക്കെ ഉണ്ടല്ലോ, ദേവന്മാരാണ്, ദേവതകളാണ്. ഇനി സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. സൺഡേ എന്ന് പറഞ്ഞാൽ സൂര്യദേവൻ്റെ ദിവസമാണ്. മൺഡേ ചന്ദ്രദേവൻ്റെ ദിവസമാണ്. ഈ പേരിട്ടവരെല്ലാം അങ്ങനെ കേട്ടേക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ദൈവമേ പാസ്റ്റർ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളിനി തിങ്കളാഴ്ച എങ്ങനെ പറയും? ഞങ്ങളിനി സൺഡേ മൺഡേ എന്നൊക്കെ എങ്ങനെ പറയും? സത്യമാനി പറയുന്നത് സൺഡേ എന്ന് പറഞ്ഞാൽ സൂര്യദിനം, സൂര്യഭഗവാന്റെ ദിനം. മൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂണിൻ്റെ ദിനമാണ്. അപ്പോൾ സാറ്റർഡേ ദേവതയുടെ ദിനമാണ്. ഫ്രൈഡേ ഇതെല്ലാം ഒരു ദേവൻ്റെ പേരാണ്. ഇനി ജ്യോതിർഗോളങ്ങൾക്ക് കിട്ടുന്ന പേരുണ്ടല്ലോ, അതും ദേവന്മാരുടെ. ബുധൻ, ശുക്രൻ, ഭൂമി, നെപ്റ്റ്യൂൺ, യുറാനസ്, വ്യാഴം, ശനി എല്ലാം ദേവന്മാരുടെ. ഗ്രീക്കിലെ ദേവന്മാരെയല്ല. അല്ല എവിടെ നിന്നുണ്ട് ഈ നെപ്റ്റ്യൂൺ എന്നുള്ള പേര്? നമ്മുടെ നാട്ടിലെ ചാണ്ടിച്ചാടൻ മോനിട്ട പേരല്ല നെപ്റ്റ്യൂൺ, ഒരു ദേവതയാണ്. ജ്യോതിർഗോളം, ജ്യോതിശാസ്ത്രം ഈ ഇത്തരം ദേവന്മാരെ
ബഹുമാനിച്ചുകൊണ്ടാണ് ഓരോ ഗ്രഹങ്ങൾക്ക് പേരിട്ടത്. ആഴ്ചകളെ ബഹുമാനിച്ചുകൊണ്ടാണ് ദേവന്മാരുടെ പേര് ആഴ്ചയുടെ ഓരോ ദിവസത്തിലിട്ടത്. ഇതാണ് റോമൻ ഗ്രീക്ക് ദേവതാസങ്കല്പം. നമ്മൾ പിന്നെ അർത്ഥം നോക്കിയാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഈ ശാബത്ത് മിഷൻ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് നമ്മളുടെ ഇടയിലുണ്ട്. അവർ ശനിയാഴ്ച സഭായോഗം സെവന്തഡേ. അവർ പറയുന്നത് എന്നറിയാം, ആരോപണം നിങ്ങൾ സൂര്യദേവനെ ആരാധിക്കുന്നവരാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഞായറാഴ്ച കൂടി വരുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു പറയാനുണ്ട്, നിങ്ങൾ സാറ്റേൺ എന്ന ശനി ദേവതയെ ആരാധിക്കുന്നവരാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ശനിയാഴ്ച കൂടുന്നവരുടെ ഒന്നും പറയാം. ഈ മൂന്ന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് ഈ പശ്ചിമേഷ്യയിലെ ആളുകൾ. അവരുടെ വർഷങ്ങളും അങ്ങനെ. യഹൂദന്മാർ, മുസ്ലിങ്ങൾ എല്ലാം ചന്ദ്രമാന വർഷമാണ്. അവരുടെ മൂന്നിനെ നോക്കിയവർ ഇയർ കലണ്ടർ സെറ്റ് ചെയ്തു. അവരുടെ മാസങ്ങൾക്ക് 30 ദിവസമേ ഉള്ളൂ. നമുക്ക് ചില മാസങ്ങൾക്ക് 31 ദിവസമുണ്ട്. എന്നാൽ മുസ്ലിങ്ങളുടെ മാസങ്ങൾ അറബിക് കലണ്ടറിലും ജൂയിഷ് മാസം കലണ്ടറിലും 30 ദിവസമേ ഉള്ളൂ. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ലൂണാർ ഇയർ എന്നാണ് പറയുന്നത്. നമ്മുടെ ഇത് സോളാർ ഇയറാണ്. 365 ദിവസമുണ്ട്. നമ്മുടെ സൂര്യനെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇയർ കണക്കാക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട്. മെഡിക്കൽ സയൻസിലുണ്ട്, ജ്യോതിർഗോളങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലുണ്ട്, ആഴ്ചകളുടെ പേരുകളിലുണ്ട്, ഒക്കെ ഇതെല്ലാം കിടപ്പുണ്ട്. നമ്മൾ പക്ഷേ മീനിങ് നോക്കുന്നില്ല. ആ മീനിങ് നോക്കാതിരിക്കുന്നതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്തത്. സത്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എല്ലാം സെറ്റിൽമെൻറ്റ്, ക്രമീകരണം അങ്ങനെ, സിസ്റ്റം അങ്ങനെ. നമ്മളത് നോക്കിയല്ല ചെയ്യുന്നത്. നമ്മൾ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ കാരണം ഞായറാഴ്ച നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിനമായതുകൊണ്ടാണ്. ആദിമ ക്രൈസ്തവ സഭ ഞായറാഴ്ച ആരാധനയ്ക്ക് തിരഞ്ഞെടുക്കാൻ കാരണം യേശു ഉയർത്തെഴുന്നേറ്റ ദിനം, ആഴ്ചയുടെ 1-ാം നാൾ. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തതാണ് ഞായറാഴ്ച. നാം അതിന്നും പുലർത്തിപ്പോയി. അവിടെ നമ്മുടെ സൂര്യദേവനെയോ ഞായർ ദേവനെയോ ആരാധിക്കാനല്ല, അത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിനമായി നമ്മൾ കണക്കാക്കുന്നതുകൊണ്ട് നമുക്ക് ആ ദിനം വിശുദ്ധ ദിനമാണ്, കർത്തൃദിനമാണ്. നാം അത് ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് മാറ്റി ദൈവത്തെ ആരാധിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കാം. വീണ്ടും നമ്മൾ മടങ്ങി വരാം. 2-ാം അധ്യായം, വെളിപ്പാട് 2-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരാം. ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക. ഈ നിക്കലോവരുടെ ഉപദേശം എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. നിക്കോലാവോസ് എന്ന് പറയുന്ന ഒരാൾ, അയാളാണ് പൗരോഹിത്യം ആദ്യമായി കൊണ്ടുവരുന്നത്. പുരോഹിതന്മാരെ സഭയിൽ അതുവരെ ഇല്ല. ഇന്നും സത്യസഭയിൽ പുരോഹിതന്മാരില്ല കേട്ടോ. എവിടെ പൗരോഹിത്യമുണ്ടോ അത് പുതിയ നിയമസഭയല്ല. പ്രത്യേക പൗരോഹിത്യം എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് വിളിക്കുക, അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചതിൻ്റെ സൽഗുണങ്ങളെ മൂക്ഷിപ്പാട്ടൊക്കെ വേണം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി വിശുദ്ധവും ശുദ്ധതരവും പിന്നെ രാജകീയ. പുതിയ നിയമസഭയിൽ പുരോഹിതനുണ്ടോ? ഉണ്ട്. ആരാ? എല്ലാവരും. പ്രത്യേക പുരോഹിതൻ. ശുശ്രൂഷകന്മാർ പുരോഹിതന്മാരല്ല. പാസ്റ്റർ പുരോഹിതനല്ല. അപ്പൊ പൗരോഹിത്യം വേണം എന്ന് പഠിപ്പിച്ച ആളാണ് നിക്കോലാവോസ്. പുള്ളി പറഞ്ഞു, എല്ലാവരും ഒരുപോലൊന്നുമല്ല, പുരോഹിതന്മാർ വേണം. അവരിൽ പ്രധാനിയായിരുന്നു പത്രോസ്. അതുകൊണ്ട് 1-ാമൻ പത്രോസ് എന്നാണ്. പുള്ളിയാണ് എല്ലാത്തിൻ്റെ നേതാവ്. അതുകൊണ്ട് അവർക്ക് പ്രത്യേക വസ്ത്രം വേണം. അവർ വിവാഹം കഴിക്കരുത്. അവർ കൂദാശകൾ ചെയ്യേണ്ടവരാണ്. പ്രത്യേക പുരോഹിതൻ വേണം. ഈ പഠിപ്പിച്ച് കൊണ്ടുവന്നത് നിക്കോലാവോസാണ്. സഭയിൽ അങ്ങനൊന്നുമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ശുശ്രൂഷ ചെയ്യാൻ പരിജ്ഞാനവും പ്രാപ്തിയുമുള്ള
ഏതൊരാൾക്കും ശുശ്രൂഷയുടെ പങ്കാളിയാകാം. നമ്മുടെ സഭ ഇപ്പോൾ കർത്തമേശ നടക്കുമ്പോൾ ഞങ്ങൾ ശുശ്രൂഷകന്മാർ മാത്രമേ അതിനകത്ത് ഇൻവോൾവ് ആകാറുള്ളൂ. കൊടുക്കുന്നത് ഞങ്ങൾ ശുശ്രൂഷകന്മാർ മാത്രമാണ്. എന്നാൽ സഭ വളരുമ്പോൾ, സഭ നന്നായി വളർന്നു വരുമ്പോൾ ഈ കർത്തമേശ പാത്രങ്ങൾ കൊടുക്കാൻ സഹോദരന്മാരിൽ നിന്നും ചിലരെ തിരഞ്ഞെടുക്കുക പതിവ്. സാക്ഷ്യമുള്ളവരും അടിപൊളി ഉണ്ടാക്കുന്നവനും പലപ്പോഴും രഹസ്യത്തിന് കണ്ടുപിടിക്കുന്നവനും സഭയ്ക്ക് ഇളച്ചുണ്ടാക്കുന്നവനൊന്നുമല്ല. സഭയിൽ നല്ല സാക്ഷ്യത്തോടെ സമൂഹത്തിൽ ജീവിക്കുന്ന ചിലരെ കർത്തൃമേശ വിതരണം ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അല്ലാതെ പാസ്റ്റർ മാത്രമേ കൊടുക്കാൻ ഉപയോഗിക്കുന്നവരല്ല നമ്മൾ. കാരണം ആളുകളുടെ എണ്ണം കൂടി ചെയ്യണ്ടേ. ഞാൻ കൂടിയ സഭയിൽ 1000-ഓളം അംഗങ്ങളുണ്ടായിരുന്ന സഭയിലാണ് തിരുവല്ലയിൽ ഞാൻ നേരത്തെ ആയിരുന്നത്. അവിടെ കർത്തൃമേശ പാത്രം ജനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ശുശ്രൂഷകന്മാരല്ല, വിശ്വാസികൾ തിരഞ്ഞെടുക്കപ്പെട്ട് അതിന് നിയോഗിക്കപ്പെട്ടവരാണ് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കാരണം ഇത്തരം ശുശ്രൂഷകളിൽ പരിജ്ഞാനവും പ്രാപ്തിയുമുള്ള ആർക്കും പങ്കാളിയാകാം എന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? ആകാമെന്നുള്ളതാണ്. എന്നാൽ ചില സഭകളെ ഏൽപ്പിക്കാൻ ഒക്കുകയില്ല. അവറാച്ചനെ ഏൽപ്പിക്കുന്ന യാക്കോബിന് ഇഷ്ടമല്ല. യാക്കോബിനെ ഏൽപ്പിച്ചാൽ യോഹന്നാൻ പറയും ഞാൻ കർത്തൃമേശ പങ്കെടുക്കില്ല. അങ്ങനെയുള്ളിടത്ത് ഒരാളെ തിരഞ്ഞെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളെ ചുമതലപ്പെടുത്താത്തതുകൊണ്ട്. അവനെങ്ങാനും കർത്തൃമേശ കൊണ്ട് എൻ്റെ നേരെ വന്നാൽ എന്ന് പറയുന്നത് അവിടെ നിന്ന് നമുക്ക് അങ്ങനെ ചെയ്യാൻ നന്നായി പോകുന്ന സഭ, സമാധാനത്തിൽ പോകുന്ന സഭ, സന്തോഷമായി പോകുന്ന സഭ അവിടെ തിരഞ്ഞെടുക്കാം, അവരെ ചുമതല ഏൽപ്പിക്കാം. ഇതെ കണ്ട് വലിയ ഭയങ്കര എന്താ പറയുക ചെയ്യാൻ. ഇപ്പം നിങ്ങൾ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ എല്ലാവരും കസേരയിലാണ് ഇരിക്കുന്നത്. എഴുന്നേറ്റ് നിന്നാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. ഞങ്ങളൊക്കെ നടത്തി തുടങ്ങിയ കാലത്ത് ജനങ്ങൾ ഭാവിച്ച് അതിനകത്ത് ഇരിക്കുന്നത്. മാക്സിമം അവരതിനകത്ത് മുട്ടിന്മേലിരിക്കും. ഈ ആയിരക്കണക്കിന് ആൾക്കാർ മുട്ടിന്മേലിരിക്കുമ്പോൾ അവർക്ക് ഈ പാത്രം കൊണ്ട് കൊടുക്കലും നിവരലും ഇടപാട് എളുപ്പമല്ല. ഈ കൊറോണ വന്നതിന് ശേഷമാണ് നമ്മൾ സെപ്പറേറ്റ് കപ്പുകൾ പോലും ആക്കിയത്. അതിനുമ്പ് കപ്പാണ് ഒരു വൈൻ ഗ്ലാസ്, ഒരു തൂവാനത്തിൽ കൊടുക്കുക, തുടയ്ക്കുക, കുനിയുക, കൊടുക്കുക, തുടയ്ക്കുക, കുനിയുക. ഒരൊറ്റ പാസ്റ്ററെ വാശി പിടിക്കുക, ഞാൻ തന്നെ നടത്തും, ഞാൻ തന്നെ കൊടുക്കും, ഞാൻ തന്നെ ചെയ്യുമെന്ന് വാശി പിടിച്ചാൽ ഒന്നാലോചിക്കുക. ശുശ്രൂഷ എപ്പോൾ തീരും, എത്ര ബുദ്ധിമുട്ടായിരിക്കും. അത് ചെയ്യാൻ പൊതുസഭയ്ക്ക് പങ്കാളിത്തം കൊടുക്കുന്നതിന് കാരണം എന്നറിയാമോ? ഇത് പുരോഹിത ശുശ്രൂഷയല്ല. ഇത് പരിജ്ഞാനമുള്ള, വിവേകമുള്ള, സാക്ഷ്യമുള്ള ഏതൊരാൾക്കും ഇതിൽ പങ്കാളിയാകാം എന്നാണ് എന്നർത്ഥം. അങ്ങനെ വരണം, അതാണ് നല്ലത്. എന്നും നമ്മളിങ്ങനെ ഇരിക്കുന്നു വിചാരിക്കണം. സഭ വളരും, ആത്മാക്കൾ കൂടും, വലിയ വ്യത്യാസങ്ങളിലേക്ക് ദൈവം നമ്മളെ നടത്തും. ഞാനങ്ങനെ വിശ്വസിക്കുന്നയാളും സ്വപ്നം കാണുന്നയാളും എന്തിനാണെന്നറിയാമോ? കോതമംഗലത്തിലെ ആളുകൾ നശിക്കരുതെന്ന് ചിന്തിക്കുന്നുണ്ട്. ഈ പട്ടണത്തിൽ ഇനിയും ആളുകൾ നശിക്കരുത്, എല്ലാവരും രക്ഷിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓടിയിരുത്താൻ പോരാതെ വരും. അങ്ങനെ ഒരു കാലം ഉണ്ടാകണമെന്ന് അങ്ങേറ്റം ആഗ്രഹിക്കുന്നതാണ്. കേട്ടോ? അല്ലാതെ ഞങ്ങൾ ഈ ഹോള് പണിത് ഇത്രാം കൊല്ലത്തിലാണ്, അതുകൊണ്ട് ഇതിന് പുറകിലേക്ക് ആരും എത്തുകയില്ല, ഇതിനകത്ത് വരുന്നവർ മതി, ബാക്കിയുള്ളവരെല്ലാം നരകത്തിൽ പോകട്ടെ, ഞങ്ങൾക്കതാണ് താല്പര്യം എന്നവരാണ് പറഞ്ഞാൽ അയാൾ രക്ഷിക്കപ്പെട്ടവരല്ല. ഒരാൾ പറയാൻ വിചാരിച്ചോ, എൻ്റെ പൊന്നു മാസ്റ്ററെ സഭ പൊളിക്കാൻ പറ്റില്ല, സഭ കൊണ്ട് പൊളിക്കുന്ന നേട്ടോ എക്സ്റ്റെൻഡ് ചെയ്യോ അപ്പുറത്താളെ എത്തൂ ഒന്നും പറ്റുന്നില്ല. നമുക്ക് പരമാവധി ആൾക്കാർ വാദിക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ളവരെ പോട്ടത് അയാൾ രക്ഷിക്കപ്പെട്ടയാണ്. വേറൊന്നും നീ പറയാനില്ല. രക്ഷിക്കപ്പെട്ടവൻ്റെ അകത്ത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ഒരാത്മഭാരം.
ആരും നശിക്കരുത്, ആരും നശിക്കരുത്. അപ്പം ഇവിടെ നിക്കോലാവോസ് ഉപദേശം പിടിച്ചിരിക്കുന്ന അവിടെ ഉണ്ട്. അടുത്ത ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ബിലയാമിൻ്റെ ഉപദേശമുള്ളവരും നിക്കോലോസിൻ്റെ ഉപദേശമുള്ളവരും മാനസാന്തരപ്പെടണം. വേറെ മാർഗമൊന്നുമില്ല. വാദിക്കുന്ന വാദഗതി സ്ഥാപിക്കാൻ വെറുതെ ശ്രമിക്കേണ്ട, മാനസാന്തരപ്പെടണം. ഇത് രണ്ടും ദൈവത്തിന് നിഷേധമായ കാര്യമാണ്. സഭയ്ക്കകത്തൊരാൾ ഉപദേശത്തിലോ ജീവിതത്തിലോ പെശക് വന്നാൽ ഒറ്റ വഴിയുള്ളൂ, മാനസാന്തരം. അതിന് മാനസാന്തരം അവൻ്റെ അകത്ത് ഉണ്ടാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. മാനസാന്തരം ഉണ്ടാകും. അടുത്തത് ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് ഈ സഭകളുടെ തോതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലായിടത്തും പറഞ്ഞ കാര്യമുണ്ട്, ജയിക്കുന്നവന്. അപ്പം അതിൻ്റെ മറുവശം എന്താണെന്നറിയാമോ? തൂക്കുന്നവരും ഉണ്ടാവും. സഭയ്ക്കകത്ത് ജയിക്കുന്നവരുണ്ട്, തൂക്കുന്നവരുണ്ട്. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മന്നയെക്കുറിച്ച് പറയേണ്ടത്, ഇസ്രായേലിനെ ജീവിപ്പിച്ച് 40 കൊല്ലം മരുഭൂമിയിൽ നടത്തിയ ആ വലിയ സംഭവം ഓർമ്മയുണ്ടല്ലോ. അതിൽ ഒരു പിടി മന്ന യിരെമ്യാ പ്രവാചകൻ ദൈവാലയം നശിച്ചപ്പോൾ എടുത്തുകൊണ്ട് പോയി ഒളിച്ചു വെച്ചെന്നാണ് ഇസ്രായേലിൽ ഒരു കഥ പ്രചാരത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് ഈ മറച്ചു വെച്ചേക്കുന്ന മന്ന ഇങ്ങനെ കൊടുക്കുന്നത്, മറഞ്ഞിരിക്കുന്ന മന്ന. അടുത്തത് ഞാനവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. അവനൊരു വെള്ളക്കല്ല് കൊടുക്കും, ആ കല്ലിനൊരു പുതിയ പേരുണ്ടാവും. ഇത് കിട്ടിയവനറിയാം അതിനകത്ത് പേരെന്താ. അവന് കൊടുക്കുന്ന ഒരു വിശേഷ പേരാണ്. പ്രതിഫല വിമോചന ദിവസം ഈ വെള്ളക്കല്ലും മറഞ്ഞിരിക്കുന്ന മന്നയും ജയിക്കുന്നവന് ദൈവം കൊടുക്കും. നമ്മൾ ഈ ദിവസങ്ങൾ ഓടുന്നത് ജയിക്കാൻ വേണ്ടിയാണ്, പരാജയപ്പെടാൻ വേണ്ടിയല്ല, ജയിക്കാൻ വേണ്ടി നമ്മൾ ഓടുക. അടുത്തത് സഭയുടെ ദൂതൻ എഴുതുക. അത് പുതിയ പേരും അവന് കൊടുക്കും, മതി. അപ്പം പെർഗമോസ് സഭ എന്താണെന്നാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ആ പേരിൻ്റെ അർത്ഥം എന്താണ്, ആ സഭയുടെ സ്വഭാവം എന്താണ്, എന്തൊക്കെയാണ് സഭ മുറുകെ പിടിച്ച ദുരുപദേശങ്ങൾ, അതിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, ആ ഉപദേശമുള്ളവർ എന്ത് ചെയ്യണം, അവർ മാനസാന്തരപ്പെടണം. ഒരു ദൈവവൈദ്യൻ മരണം വരെയും മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. മാനസാന്തരം ഒരിക്കൽ പോരാ, മരണം വരെ മനസ്സാക്കണം. ഇപ്പോൾ ഒരാൾ എഴുതിയിരിക്കുന്ന സാക്ഷി പറയാൻ വിചാരിച്ചോ, കർത്താവിൻ്റെ ഹൃദയം കഴിഞ്ഞ ആഴ്ചയിൽ മാനസാന്തരപ്പെടാൻ ദൈവം എനിക്കിടയാക്കി. വിശ്വാസികളെന്ന് കേട്ടാൽ ചിലപ്പോൾ ചിരിക്കും. രക്ഷിക്കപ്പെട്ടത്രല്ല ഇതിൻ്റെ മാനസാന്തരം തെറ്റില്ല, മാനസാന്തരപ്പെടും. രക്ഷിക്കപ്പെട്ടവരാണ് ഈ മാനസാന്തരം. തെറ്റ് ബോധ്യമാവുമ്പോൾ അനുഭവിച്ചേറ്റ് പറഞ്ഞ് നിരപ്പാകുക. ദൈവത്തോട് ചെയ്ത കുറ്റം ദൈവത്തോട്, മനുഷ്യനോട് ചെയ്ത കുറ്റം മനുഷ്യനോട് പറഞ്ഞ് നിരപ്പാകണം. അത് മാനസാന്തരത്തിൻ്റെ ഫലം. ഓക്കെ, ഞാൻ ഇനി മുന്നോട്ട് പോകുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുയത്തൈര സഭയെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 2-3 അധ്യായങ്ങളിലെ സഭകളിൽ പെർഗമോസ് എന്ന സഭയെക്കുറിച്ചാണ്. അതിൻ്റെ ചരിത്രം, അവിടുത്തെ ആരാധനാരീതി, അവിടുത്തെ രോഗശാന്തിയുടെ ദേവൻ ഉപയോഗിച്ച ചിഹ്നം, ഇന്നത്തെ മെഡിക്കൽ സയൻസ് അത് പകർത്തുന്നത് എല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് യോഹന്നാന് പത്മോസിൽ വെച്ച് നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ഒരു മാർമിക രഹസ്യമാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ സഭ കുറ്റമറ്റ ഒരു സഭയായി മാറാൻ സർവ്വകൃപാലുവായ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ. ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കാം, വിശുദ്ധിക്ക് വേണ്ടി ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നാം പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ ദിവസം അടയ്ക്കുകയാണ്. വചനത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നാം മടങ്ങിപ്പോകാം. സ്നേഹമുള്ള ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ മുഖത്തേക്ക് രാത്രി ഞങ്ങളെ കുറിച്ച് നോക്കുവാൻ അന്ന് ഞങ്ങളെ സഹായിച്ചു. ഈ സഭകളിൽ വരുവാനും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ഇന്ന് രാത്രി ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയതാണ്. ഞങ്ങളുടെ സ്തോത്രം. ദൈവം ഞങ്ങൾ പഠിച്ചത്, ഞങ്ങൾ കേട്ടത് ഞങ്ങളുടെ
ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ദൈവജന പഠനത്തിന് ശേഷമായി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. വീടുകളിൽ ചെന്ന് കൂടുതൽ ദൈവജനം വായിക്കുവാനും പഠിച്ചിരിക്കുന്ന അങ്ങനെ തന്നെയോ എന്ന് ദൈവജനത്തിൽ കൂടെ ശ്രദ്ധിപ്പാനും കർത്താവ് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സന്നദാസം കഴിഞ്ഞ 2 ദിവസങ്ങൾ യാത്രയൊക്കെ ആയിരുന്നെങ്കിലും ശാരീരമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സന്ധ്യയിലൂടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാൻ സന്നദാസിനെ ആരോഗ്യത്തോടെ കൊണ്ടുവന്നതിനാൽ നിങ്ങളോട് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. വരുവാൻ കഴിയാത്തവരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സാധിക്കുമ്പോൾ മടങ്ങിപ്പോവുകയാണ്, കൃപ കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കണമേ. ശ്രദ്ധിക്കുക. നമുക്ക് സ്തോത്രം പറയാം. ഇത് പരിശുദ്ധമാവാത്രിക ദൈവത്തിന് കൃപ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ. നാം പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്ലാസ് കഴിഞ്ഞ വീട്ടിലേക്ക് പോകുന്ന നമ്മളെല്ലാവരും കൂടെ കർത്താവിൻ്റെ കൃപ എപ്പോഴത്തേക്ക് കൊണ്ടായിരിക്കുകയും ചെയ്യുന്നു. പല സ്കടങ്കാപ്പിനെ കുറിച്ചിട്ട് വേണം വെള്ളിയാഴ്ച പ്രാർത്ഥന കുറിച്ച് കാണാം. അടുത്ത ഞായറാഴ്ച നമുക്ക് എല്ലാ ക്ലാസ്സിൽ അടുത്ത ആഴ്ച നമുക്ക് യൂട്യൂബിൽ ലൈവ് കൊടുക്കാൻ കഴിയും. 51-52 സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതലേ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നാണ് ക്രിസ്മസ് ജോയിൻ ചെയ്തതുകൊണ്ട് 24 മണിക്കൂർ കഴിഞ്ഞാൽ ലൈവാക്കാൻ കഴിയുകയാണ്. അതുകൊണ്ട് അടുത്ത സമയം പോലെ അത് കാണുന്നതാണ്. അപ്പോൾ വളരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് റെക്കോർഡ് ചെയ്ത പ്രോഗ്രാം ചെയ്യുന്നതാണ്. യൂട്യൂബിൽ നിങ്ങൾ കാണാൻ കഴിയും. ദൈവത്തിന്